ഏകദേശം 200 വർഷം അപ്പുറം പഴക്കമുള്ളൊരു ബ്രാൻഡാണ് സാരിയുടെ ബ്രാൻഡ്. അത് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം? അപ്പോഴേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂർ പോലീസ് മൈതാനത്ത് കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള 2024 ഹത്കർഗ മേള 2024. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുക്കാറായി. ഓണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കണ്ണൂർ നടത്താറുള്ള കൈത്തറി വസ്ത്രമേളയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മേള. ഏകദേശം 40 വർഷത്തിലധികമായിട്ട് ഈ മേള സ്ഥിരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കാറുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഉള്ള ഒട്ടുമിക്ക കൈത്തറി ഗ്രാമങ്ങളിൽ നിന്നും കൈത്തറി സൊസൈറ്റികളിൽ നിന്നുമൊക്കെയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളുമായിട്ട് സ്റ്റാളുകൾ ഇവിടെ എത്താറുണ്ട്. കാസർഗോഡ് സാരികൾ ഇതിനു മുമ്പ് നമ്മൾ ആരും തന്നെ എനിക്കറിയത്തില്ല, ഒട്ടുമിക്ക മലയാളികളും കേട്ടിട്ടുണ്ടാവാൻ ഇടയില്ല. ഏകദേശം 200 വർഷത്തിലധികം പാരമ്പര്യമുള്ള സാരി. ഏകദേശം 30 വർഷത്തോളം ഈ തനിമ ഇതുപോലെ നിലനിർത്താൻ ഈ സാരിക്ക് പറ്റും. കാസർഗോഡിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ സാരിയാണ് ഇത് നെയ്യുമ്പം തന്നെ ഓരോ മീറ്ററിന് പശ തേച്ചിട്ടാണ് ഇത് നെയ്യുന്നത്. 5.5 മീറ്ററുള്ള സാരി ആണെങ്കിൽ 5 തവണയോളം പശ തേക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ക്വാളിറ്റി ബേസ് അടിപൊളി സാരി തന്നെയാണ് ഇത്. കഞ്ഞിപ്പശയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള വിവിധ ഏജൻസികൾ കൂടി ചേർന്നിട്ടാണ് ഈ കൈത്തറി മേള ഇവിടെ സംഘടിപ്പിച്ചത്. നിങ്ങൾ കണ്ടോ, ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൈത്തറി ഉൽപ്പന്നങ്ങളുമായിട്ട് ഇതുപോലുള്ള ഒരുപാട് സ്റ്റാളുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ വ്യാപാരികൾ വന്നിട്ട് ഇവിടെ വസ്ത്രങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. കുർത്താസ്, ചുരിദാർ, ഷാള് എന്ന് വേണ്ട നോർത്ത് ഇന്ത്യ മാത്രമല്ല മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ വാങ്ങിക്കാനും നമുക്ക് സാധിക്കും. കണ്ടോ, നല്ല രസമില്ലേ ഇതൊക്കെ കാണാനായിട്ട്? വൈറ്റിൽ നല്ല വർക്ക് ചെയ്തിരിക്കുകയാണ്. രാജസ്ഥാനി മോഡൽ കുർത്താസ്, ഗുജറാത്തി മോഡൽ കുർത്താസ്, അതുപോലെ എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഓണമൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. കൈരളി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ഇവിടെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ? എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നെറ്റിപ്പട്ടം ഒക്കെ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. കൈത്തറി വസ്ത്രത്തിന് പേര് കേട്ട കുത്താമ്പള്ളി, അതുപോലെ തന്നെ ബാലരാമപുരം സാരികൾ, കല്യാശ്ശേരി എന്ന് വേണ്ട അങ്ങനെ പ്രധാനപ്പെട്ടതായിട്ടുള്ള എല്ലാവിധ സ്റ്റാളുകളും ഇവിടെയുണ്ട്. ഓണമൊക്കെയാണ് വരുന്നത്. എല്ലാവരും തന്നെ ഓണക്കോടികളൊക്കെ എടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഓണത്തിന് ഉപയോഗിക്കുന്നത്. ലേഡീസിൻ്റെ സാരി, സെറ്റും മുണ്ടും, ചുരിദാർ മെറ്റീരിയൽ, ചുരിദാറുകൾ, ജെൻസിനാവശ്യമായ മുണ്ടുകൾ, കാവിക്കൈലി, അതുപോലെ തന്നെ വെള്ളക്കരയുള്ള മുണ്ടുകൾ, ബാലരാമപുരം മുണ്ടുകൾ, വിവിധ തരം ഷർട്ട് മെറ്റീരിയലുകൾ, കുട്ടികൾക്ക് വേണ്ട ഉടുപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ബെഡ്ഷീറ്റ്, പില്ലോ കവർ, തലവണ കവർ എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ കൈത്തറി ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇത് ബാലരാമപുരം കൈത്തറി യൂണിറ്റിൻ്റെ സൊസൈറ്റിയുടെ ഒരു സ്റ്റോളാണ്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഓണത്തിന് വേണ്ടിയിട്ട് വിപുലമായ ശേഖരമാണ് ഇവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് മുണ്ടിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ കോംബോ പാക്കാണ്. ഇത് നോക്കിക്കേ, ഇതുണ്ട്, ഈ കരയ്ക്ക് ചേരുന്ന ഷർട്ടിൻ്റെ മെറ്റീരിയൽസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേച്ചാൽ മതി. അതായത് മുണ്ടിൻ്റെ കരയ്ക്ക് ചേരുന്ന ഷർട്ടിൻ്റെ മെറ്റീരിയൽസ്. നല്ലൊരു പാക്കല്ലേ, കോംബോ പാക്കല്ലേ? ആഗസ്റ്റ് മാസം 24-ാം തീയതി മുതൽ തുടങ്ങി ഏകദേശം അടുത്ത മാസം സെപ്റ്റംബർ 14 വരെയാണ് ഈ കൈത്തറി വസ്ത്ര വിപണന പ്രദർശന മേള നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്നത്. ഏകദേശം 40-ൽ പരം സ്റ്റാളുകൾ, 40-50ഓളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ബാലരാമപുരം കൈത്തറി കണ്ടോ, ഈ സ്റ്റാളിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ സെറ്റ് സാരികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുണ്ടും ഷർട്ടും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഷർട്ടില്ല, മുണ്ടുകളും ഒക്കെ തന്നെ ഈ സ്റ്റാളിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഒത്തിരി ഒരുപാട് സ്റ്റാളുകളുണ്ട്. എല്ലായിടത്തും തന്നെ, മിക്കയിടത്തും തന്നെ ഗവൺമെൻറ് നൽകുന്ന 20% റിബേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. 20% ഡിസ്കൗണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. കൂടാതെ നിരവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഒരുപാട് സ്റ്റാളുകളോളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 100% ലിനൻ്റെ ഷർട്ടുകളാണ് ഇവിടെ ലഭിക്കുന്നത്. കണ്ടോ, വ്യത്യസ്തങ്ങളായ കളറിൽ, പാറ്റേൺസിൽ, കോളംസിൽ, ലൈൻസിൽ, ചെക്കിൽ എല്ലാം അടിപൊളി ഷർട്ടിൻ്റെ തുണികൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും.
ഈ സമ്മാനപ്പെട്ടി കണ്ടോ, ഇത് ഇവിടെ വരുന്നവർക്ക് സമ്മാനം കൂടെ ലഭിക്കും. ഇത് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ തന്നെ എഴുതിയിട്ട് നമുക്ക് സമ്മാനം കിട്ടും. ഒരു കൂപ്പണാണത്. കൂപ്പൺ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ സ്റ്റോളുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി സമ്മാനം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ ഈ പ്രദർശനത്തിന് വരുന്നവർ ഇവിടുന്ന് സ്റ്റാളുകളിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ, തുണികളൊക്കെ വാങ്ങുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ബില്ലുകളുണ്ടല്ലോ, ആ ബില്ലുകൾ 1000 രൂപയ്ക്ക് മേളിലാണ്. ഇപ്പം പല സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി 1000 രൂപയ്ക്ക് മേളിലായിട്ട് നമ്മുടെ ബില്ല് എമൗണ്ട് വരികയാണെങ്കിൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കൂപ്പൺ തരും. പേരും മറ്റു വിവരങ്ങളും ഒക്കെ തന്നെ പൂരിപ്പിച്ചിട്ട് ആ കൂപ്പണ് ഈ ബോക്സിലോട്ട് ഇടുക. www.kannurexport.com വിജയ് ആരാന്ന് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ എക്സിബിഷൻ ഹാളിന് പുറത്തായിട്ട് മൺപാത്രങ്ങളുടെ, പലതരത്തിലുള്ള മൺപാത്രങ്ങളുടെ വിൽപ്പനയും ആ ഒരു ചെറിയൊരു സ്റ്റാളും കൂടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന കൈത്തറി വിപണന പ്രദർശനമേള ഈ വരുന്ന സെപ്റ്റംബർ 14 വരെ മാത്രമാണ് കണ്ണൂർ പോലീസ് മൈതാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് സാധനം ക്ഷമിച്ചുകൊണ്ട് അത് കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. ഇതേ ഗ്രൗണ്ടിൽ തന്നെ സ്നോലാൻഡിൻ്റെ എക്സ്പോ കൂടെ വന്നിട്ടുണ്ട്. കണ്ണൂർ പോലീസ് മൈതാനത്ത് തന്നെ മലബാർ ഫെസ്റ്റ് 2024 സ്നോലാൻഡ് ഫെസ്റ്റ്. അടിപൊളി സംഭവമാണ് കേട്ടോ. മഞ്ഞാണ് ഫുള്ള്. അന്റാർട്ടിക്കയിലെ മഞ്ഞിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കാർട്ടൂൺ മൂവിയുണ്ട്, ഐസേജ് എന്ന് പറയുന്നത്. ഐസേജ് എന്ന് പറയുന്ന മൂവി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ 1ഉം 2ഉം 3ഉം പാർട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തെ ഒട്ടുമിക്ക എല്ലാവിധ ക്യാരക്ടേഴ്സിനെയും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന്. അത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിന്റുകൾ എല്ലാം തന്നെ ഇവരിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. മഞ്ഞിനകത്ത് പോകുന്ന ഒരു ഫീലില് അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. മിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് തന്നെ വ്യാപാര വിപണന മേളയും കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ സാമഗ്രികളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഏകദേശം 5 രൂപ 10 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസ് വരെ, ഷോപ്പിംഗ് വരെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അടിപൊളിയല്ലേ. സാധനങ്ങൾ മാത്രമല്ല, പഴയകാല മിഠായികളെ, കോഴിക്കോടൻ ഹലുവ, അച്ചാറുകളെ, അങ്ങനെ വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമുക്ക്. കൂടാതെ അതിവിശാലമായി നടന്നൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് അതിവിശാലമായൊരു ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ നിരവധി ഫുഡുകൾ, പാനിപ്പൂരി, ബജ്ജികൾ എല്ലാം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ വേറെയും ഫുഡ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. കൂടാതെ തന്നെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇവിടെ ഇല്ലാത്ത റൈഡുകളൊന്നും തന്നെ ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കൂടാതെ ഫാമിലി ഗെയിമിങ്ങിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടത്തേക്കിനുള്ള പ്രവേശനം ടിക്കറ്റ് മുഖാന്തരമാണ്. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഈ സ്നോലാൻഡ് എക്സ്പോ കൂടെ നിങ്ങളൊന്ന് കയറി കാണാം കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.